തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ കസ്റ്റഡി മരണത്തിൽ 5 പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊല്ലപ്പെട്ട അജിത് കുമാറിന്റെ, അതായത് കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ അജിത് കുമാർ എന്ന യുവാവ് ഈ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. തിരുപ്പുവനം പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ അതിൽ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് യുവാവിന്റെ ശരീരത്ത് 40ഓളം മുറിവുകളുണ്ട്. ഇത് വ്യക്തമായതോടുകൂടിയാണ് 6 പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമാവുകയും ഇപ്പോൾ എന്തായാലും 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ സസ്പെൻഷൻ നടപടി മാത്രമായിരുന്നു പുറത്തു വന്നത്. മാത്രമല്ല ഇന്ന് ഈ ഹൈക്കോടതി ഈ ഒരു വിഷയം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരക്കിട്ടൊരു നടപടി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഈ കസ്റ്റഡി മരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം കഴിഞ്ഞ 2-3 ദിവസമായി കടുത്ത പ്രതിഷേധമാണ് സ്റ്റേഷനിൽ നടത്തുന്നത്. മാത്രമല്ല AIADMK ഈ വിഷയം ഏറ്റെടുക്കുകയും സംസ്ഥാന വ്യാപകമായി വലിയൊരു പ്രതിഷേധം കൂടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ DMK സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി മരണം കൂടുതലാണ് എന്ന ഒരു ആക്ഷേപവും, ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ MK സ്റ്റാലിൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടെ തിടുക്കപ്പെട്ട് ഒരു നടപടിയിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് യുവാവ് തെന്നി വീഴുകയും ഒപ്പം അതിന്റെ ഭാഗമായിട്ടാണ് മരിച്ചതെന്നാണ്. പക്ഷേ ഇന്നലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ 40ഓളം മുറിവുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തുണ്ട് എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നത്. കോടതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തായാലും സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ തന്നെ എന്തിനാണ് നിരായുധനായ ഒരു മനുഷ്യനെ ഈ തല്ലിച്ചതച്ചത് എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തീവ്രവാദിയോട് പെരുമാറുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കുറ്റാരോപിതനോട് പെരുമാറുന്നത് എന്നുകൂടി കോടതി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല ഈ അജിത് കുമാർ മോഷണ കുറ്റത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. 2 തവണയാണ് ഇയാളെ തുടർച്ചയായ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ തെളിവ് പോലും പോലീസിന്റെ പക്കൽ ഇന്നുമില്ല. ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഏതെങ്കിലും തമിഴ്നാട്ടിൽ DMK സർക്കാർ അധികാരമേറ്റതിനു ശേഷം കസ്റ്റഡി മരണങ്ങൾ കൂടുന്നു എന്ന ആരോപണങ്ങൾക്കിടെ വീണ്ടും ഒരു കസ്റ്റഡി മരണം ഉണ്ടായി. അതിനുശേഷമുള്ള നടപടികളാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരിച്ചത്.